Oh, my dear students, my dear children, this is the part 3 video of our chapter 1 Medieval India. പ്രിയപ്പെട്ട 7ാം ക്ലാസ്സിലെ കുട്ടികളെ, നമ്മുടെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 1 മെഡീവൽ ഇന്ത്യയുടെ പാർട്ട് 3 വീഡിയോ ആണ്. അതായത് നമ്മൾ ഇന്ന് മെഡീവൽ ഇന്ത്യയിലെ സൗത്ത് ഇന്ത്യൻ എംപയറായ വിജയനഗര എംപയറാണ് നമ്മൾ പഠിക്കുന്നത്. വിജയനഗര റൂൾ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് വിജയനഗര റൂളിൻ്റെ, ഇപ്പം നമുക്കറിയാം നമ്മുടെ മെഡീവൽ ഇന്ത്യ എന്നുള്ള ഈ ചാപ്റ്ററിന് 2 പാർട്ടാണുള്ളത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ മുഗൾ എംപറേഴ്സിനെ പറ്റിയും മുഗൾ എംപയറിനെ പറ്റിയുമാണ് പഠിച്ചത്. ഇതേ പാഠത്തിൻ്റെ ഇതേ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പോർഷൻ എന്ന് പറയുന്നത് ഒരു സൗത്ത് ഇന്ത്യൻ എന്ന് പറയാവുന്ന സൗത്ത് ഇന്ത്യൻ ഭാഗത്തുണ്ടായിരുന്ന അന്നത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഏറ്റവും വെൽത്തി ആയിട്ടുള്ള രാജ്യമായിരുന്നു വിജയനഗരം. അപ്പോൾ നമുക്ക് വിജയനഗരം കൂടെ പഠിക്കുമ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. അപ്പോൾ വിജയനഗര റൂളിനെ പറ്റി നമുക്ക് 2 ക്ലാസ്സുകൾ വേണ്ടി വരും. ഇന്ന് അതിൻ്റെ ആദ്യ പാർട്ടാണ്. അതായത് വിജയനഗര റൂള്, അവിടുത്തെ പ്രധാനപ്പെട്ട റൂളർ ആരാണ്, അവരുടെ ആ വിജയനഗരത്തിൻ്റെ ഫിസിക്കലായിട്ടുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അങ്ങനെ അതിൻ്റെ ഫസ്റ്റ് ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് നമ്മുടെ വിജയനഗരം, ആ രാജ്യം എങ്ങനെയാണ്, അവിടുത്തെ ഭരണം എങ്ങനെയായിരുന്നു, അവിടുത്തെ രാജാക്കന്മാർ ആരൊക്കെയായിരുന്നു, എന്തൊക്കെയായിരുന്നു ആ നാടിൻ്റെ പ്രത്യേകതകൾ എല്ലാം നമുക്കൊന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത് നോക്കുകയും ഈ 2 ചിത്രങ്ങളും നമ്മുടെ വിജയനഗരത്തിൻ്റെ ഒരു സിമ്പിളായിട്ട് നമുക്ക് കാണിക്കാവുന്ന 2 ചിത്രങ്ങളാണ്. ഇതെല്ലാം തന്നെ ടെമ്പിൾസാണ് അല്ലേ. ഇവിടെ നോക്കിയേ, ഹംപി, നമുക്കറിയാം വിജയനഗരത്തിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയാവുന്ന അവിടുത്തെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിറ്റിയാണ് ഹംപി. അപ്പോൾ ഹംപിയിലെ ക്ഷേത്രങ്ങളാണ് നമ്മൾ കാണുന്നത്. കണ്ടോ, ലോട്ടസ് മഹൽ, ദെൻ വിരുപാക്ഷ ക്ഷേത്രം ഹംപി, ദെൻ വിത്തല സ്വാമി ക്ഷേത്രം ഹംപി. ആ ക്ഷേത്രങ്ങളുടെയൊക്കെ നിർമ്മാണത്തിലെ അതിൻ്റെ ആ ഒരു ശില്പചാതുര്യങ്ങളും കല്ലിലൊക്കെ കൊത്തിയെടുത്ത, ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത വളരെ മനോഹരമായ ക്ഷേത്രങ്ങളാണ് നിങ്ങളെ കാണുന്നത്. അപ്പോൾ വിജയനഗര രാജ്യത്തെ ജനങ്ങളുടെ ആ ആർട്ട്, അവരുടെ ആർക്കിടെക്ചർ, അവരുടെ രാജാക്കന്മാരുടെ ഇതിനോടൊക്കെയുള്ള അവരുടെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ്, ഇതെല്ലാം നമുക്ക് ഈ ഒരു നിർമ്മിതിയിൽ കാണാൻ പറ്റും. കണ്ടോ, എത്ര മനോഹരമായ നിർമ്മിതികളാണ് വിജയനഗര രാജാക്കന്മാർ അവരുടെ തണലിൽ ചെയ്തിരുന്നതെന്ന് നോക്കുക. അപ്പോൾ വളരെ വെൽത്തിയറായിട്ടുള്ള, വളരെ ഫേമസ് ആയിട്ടുള്ള, അന്ന് ലോകം മുഴുവൻ ആദരിക്കുന്ന രാജ്യമായിരുന്നു വിജയനഗരം. വിജയനഗര എന്നുള്ളത് ആ സ്ഥലത്തിൻ്റെ സിറ്റിയുടെ പേരും ആ രാജ്യത്തിൻ്റെ പേരും ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ വിജയനഗരം, വിജയനഗര എന്താണ് ഈ വേർഡിൻ്റെ അർത്ഥമെന്ന് നിങ്ങൾക്കറിയാമോ? വിജയം, നമ്മൾ ഉദ്ദേശിക്കുന്ന മലയാളത്തിൽ വിജയം എന്ന് പറയുന്ന അതേ മീനിങ് ആണ് വിജയനഗര എന്ന വാക്കിനുള്ളത്. വിക്ടറി അല്ലേ, വിക്ടറി, വിജയം. ഇതിൻ്റെ മാപ്പൂടി നമുക്കൊന്ന് കാണാം. ഇവിടെ നോക്കുക, വിജയനഗര എംപയർ ഏതൊക്കെ ഇന്നത്തെ ഏതൊക്കെ സ്റ്റേറ്റുകളുമായിട്ട് കണക്റ്റഡ് ആണെന്ന് നിങ്ങൾ നോക്കുകയും, തമിഴ്നാട്, കർണാടക, ദെൻ ആന്ധ്ര അല്ലേ, തെലുങ്കാന, നമ്മൾ പണ്ടത്തെ ആന്ധ്രാപ്രദേശ് അതിൻ്റെ ഭാഗങ്ങൾ വരുന്നുണ്ട്, കർണാടകയുടെ ഭാഗങ്ങൾ വരുന്നുണ്ട്, തമിഴ്നാടിൻ്റെ ഭാഗങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ തമിഴ്നാടും കർണാടകയും തെലുങ്കാനയും അല്ലെങ്കിൽ നമ്മുടെ ആന്ധ്രാപ്രദേശുമൊക്കെ ചേർന്ന പ്രദേശമായിരുന്നു ഈ വിജയനഗരം. അപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥലമാണ് വിജയനഗരം. ഓക്കെ, വിജയനഗര റൂൾ ജനറൽ ഇൻഫർമേഷൻ. വിജയനഗര രാജ്യത്തെ പറ്റി നമുക്ക് ചില 1 വേർഡ് ക്വസ്റ്റ്യൻസ്, 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ഇതിനെപ്പറ്റി ഒരു ജനറലായിട്ടുള്ള ആ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വാട്ട്സ് മീനിങ് ഓഫ് വിജയനഗര, സിറ്റി ഓഫ് വിക്ടറി. നഗരം, നഗര
അപ്പോൾ വിക്ടറി, സിറ്റി, നഗര, വിജയം, വിക്ടറി. അപ്പോൾ സിറ്റി ഓഫ് വിക്ടറി. വിജയനഗര വാസ് ഫൗണ്ടഡ് ബൈ 2 ബ്രദേഴ്സ്, ഹരിഹര ആൻഡ് ബുക്ക. ഹരിഹര, ബുക്ക എന്ന് പറയുന്ന 2 ബ്രദേഴ്സാണ് വിജയനഗര റൂളിൻ്റെ തുടക്കക്കാരെ, അതിൻ്റെ ഫൗണ്ടേഴ്സ്. ഓക്കെ, അവരാണ് ആ രാജ്യം ആരംഭിച്ചത്. ഹരിഹര ആൻഡ് ബുക്ക. ദ സിറ്റി വാസ് ഡിസ്ട്രോയ്ഡ് ഇൻ 1565 CE. 1565 ഈ സിറ്റി തകർക്കപ്പെട്ടു, ഇത് നശിപ്പിക്കപ്പെട്ടു. നമുക്കറിയാം, പഴയ കാലത്തെ എല്ലാ എംപയറുകളുടെയും അതിൻ്റെ അവസാനമെന്ന് പറയുന്നത് മറ്റ് ഇൻവേഡേഴ്സ് വരികയും മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള ആക്രമകാരികൾ വരികയും ആ രാജ്യത്തെ നശിപ്പിക്കുകയും ചെയ്യും. The city was destroyed in 1565 CE. The ruins of Hampi were discovered in 1800 by Colonel Mackenzie, an English East India Company officer. അപ്പോൾ ഇംഗ്ലീഷുകാരിവിടെ വന്ന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ വരികയും അവരിവിടെ അധികാരം സ്ഥാപിക്കുകയും ചെയ്തതിന് ശേഷം ഒരു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓഫീസറായിരുന്ന കേണൽ മെക്കൻസിയാണ് 1800 ഈ ഹംപി എന്ന് പറയുന്ന വളരെ ഫേമസ് ആയ ഒരു സിറ്റി കണ്ടെടുത്തത്. അദ്ദേഹമാണ് അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ, ദ റൂയിൻസ് ഓഫ് ഹംപി വെയർ ഡിസ്കവേർഡ് ഇൻ 1800 ബൈ കേണൽ മെക്കൻസി, ആൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓഫീസർ. So this Vijayanagara, it was founded by 2 brothers, Harihara and Bukka. The meaning of Vijayanagara is city of victory. Okay. അടുത്തത് ഈ റിവേഴ്സ്. നമ്മൾ ഈ വിജയനഗരത്തിൻ്റെ മാപ്പിൽ നമ്മൾ കുറച്ച് റിവേഴ്സ് കാണും. റിവേഴ്സിൻ്റെ സിമ്പിൾ നിങ്ങൾക്കറിയാമല്ലോ. ഇങ്ങനെ വരയിട്ടിട്ട് ഇങ്ങനെ ഒരു അല്ലേ, അതിൻ്റെ കൈവഴികൾ, അങ്ങനെയാണ് നമ്മൾ മാപ്പിൽ റിവേഴ്സ് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾ റിവേഴ്സ് കാണുന്നുണ്ട്. ഈ റിവേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്കതിൻ്റെ നെയിംസ് ഒന്ന് പഠിക്കാം. ഏതെല്ലാം റിവേഴ്സാണ് വിജയനഗര ത്തിലൂടെ ഒഴുകിയിരുന്നത്? തുംഗഭദ്ര, കൃഷ്ണ, കാവേരി, ഗോദാവരി. ഗോദാവരി, കാവേരി, കൃഷ്ണ, തുംഗഭദ്ര. അപ്പോൾ വളരെ എന്താണ് ഫലപുഷ്ടിയുള്ള, വളരെയേറെ ജലസമ്പത്തുള്ള ഫലഭൂഷ്ടമായൊരു രാജ്യമായിരുന്നു നമ്മുടെ വിജയനഗരം. അതുവഴി ആ രാജ്യത്തൂടെ പ്രധാനമായും 4 നദികളാണ് ഒഴുകിയിരുന്നത്: തുംഗഭദ്ര, കൃഷ്ണ, കാവേരി, ഗോദാവരി. ഓക്കെ. ദെൻ ലിസ്റ്റ് ദ പ്രസൻറ്റ് ഡേ ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ വിജയനഗര. വിജയനഗരത്തിൽ ഏതൊക്കെ ഇന്നത്തെ ഇന്ത്യൻ സ്റ്റേറ്റുകൾ ഉണ്ട് നമ്മൾ കണ്ടതാണ്. അത് കർണാടക, തമിഴ്നാട്, തെലുങ്കാന. ഓക്കെ. ദെൻ വിജയനഗരത്തിലെ രാജാക്കന്മാരെ പറ്റി പഠിക്കുമ്പോൾ നിങ്ങൾ 7ാം ക്ലാസ്സിലെ ചെറിയ കുട്ടികളായതുകൊണ്ട് നിങ്ങൾക്ക് വിജയനഗര രാജാക്കന്മാരിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, ഏറ്റവും മഹാനായ ഒരൊറ്റ എംപററിനെ പറ്റി മാത്രം പഠിച്ചാൽ മതി. കൃഷ്ണദേവരായ. അദ്ദേഹത്തിൻ്റെ പേരാണ് കൃഷ്ണദേവരായ. അപ്പോൾ കൃഷ്ണദേവരായ എന്ന വിജയനഗര എംപററിനെ പറ്റി നമുക്ക് ചില കാര്യങ്ങൾ പഠിക്കാം. പ്രിപ്പയർ എ നോട്ട് ഓൺ ദ റൂൾ ഓഫ് കൃഷ്ണദേവരായ. കൃഷ്ണദേവരായരുടെ റൂളിനെ പറ്റി നമുക്കറിയാം. നമ്മൾ മുഗൾ എംപയറിനെ പറ്റി പഠിച്ചപ്പോൾ നമ്മളവിടെ പ്രധാനമായും പഠിച്ചത് അക്ബറിനെ പറ്റിയാണ്. അക്ബർ, ദ എംപറർ അക്ബറിനെ പറ്റിയാണ്. അതുപോലെ തന്നെ ഇവിടെയും നിങ്ങൾക്ക് ഒരൊറ്റ വിജയനഗര എംപററിനെ പറ്റി മാത്രം പഠിച്ചാൽ മതി, കൃഷ്ണദേവരായ. അദ്ദേഹത്തിൻ്റെ റൂളിനെ പറ്റി നമുക്കൊന്ന് പഠിക്കാം. ഫസ്റ്റ്, കൃഷ്ണദേവരായ വാസ് ദ മോസ്റ്റ് ഫേമസ് റൂളർ ഓഫ് ദി പവർഫുൾ ആൻഡ് വെൽത്തി കിങ്ഡം ഓഫ് വിജയനഗര. He was the most famous ruler of Vijayanagara. Okay, it was a period of imperial expansion and development. അദ്ദേഹം തൻ്റെ രാജ്യത്തെ എക്സ്പാൻഡ് ചെയ്യുകയും ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, സയൻറ്റിഫിക്കായിട്ടും അതുപോലെ തന്നെ എല്ലാ രംഗത്തും, അഗ്രികൾച്ചറ്, സയൻസ്, ആർട്ട്, ആർക്കിടെക്ചറ്, എല്ലാ രീതിയിലും, ക്രാഫ്റ്റ്, എല്ലാ രീതിയിലും തൻ്റെ രാജ്യത്തെ ഡെവലപ്പ് ചെയ്ത, അവരുടെ ഇമ്പീരിയൽ എക്സ്പാൻഷൻ നടത്തിയ, ആ രാജ്യത്തിൻ്റെ അതിർത്തികളെ വികസിപ്പിച്ച, അതിർത്തികളെ വിസ്തൃതമാക്കിയ ഒരു സമയമായിരുന്നു കൃഷ്ണദേവരായരുടെ ആ പീരീഡ്.
It was a period of imperial expansion and development. Lot of construction works were carried out during this reign. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തെ ഡ്യൂറിങ് ഹിസ് റെയിൻ വുഡ് ഹാപ്പൻ ലോട്ട് ഓഫ് കൺസ്ട്രക്ഷൻ വർക്ക്സ്. നമ്മൾ ഈ വിജയനഗരത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ കണ്ട ആ ടെമ്പിൾസൊക്കെ നിങ്ങളൊന്ന് ഓർക്കുക. ഓക്കെ, കൺസ്ട്രക്ഷൻ വർക്ക്, ലോട്ട് ഓഫ് കൺസ്ട്രക്ഷൻ വർക്ക് വെയർ ക്യാരിഡ് ഔട്ട് ഡ്യൂറിങ് ഹിസ് റെയിൻ. കൃഷ്ണദേവരായ ബിൽറ്റ് ന്യൂ ഫോർട്ട്സ്, പാലസസ് ആൻഡ് ടെമ്പിൾസ് ഇൻ ദ സിറ്റി, ക്യാപിറ്റൽ സിറ്റി ഓഫ് ഹംപി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ സിറ്റി ആയിരുന്ന ഹംപിയിൽ അദ്ദേഹം ധാരാളം ഫോർട്ട്സിലെ ഒരു സ്പെല്ലിംഗ് അവിടെ നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്തോണം. FORTS മതി, അവിടെ ആവശ്യമില്ലാത്ത ഒരു ലെറ്റർ കയറി ഇട്ടിരിപ്പുണ്ട് കേട്ടോ. ഓക്കെ, സോറി, അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു. ഹി ബിൽറ്റ് എ ന്യൂ ഫോർട്ട്സ്. എന്താണ് ഫോർട്ട്? കോട്ടകൾ, പാലസസ് കൊട്ടാരങ്ങൾ, ആൻഡ് ടെമ്പിൾസ് ക്ഷേത്രങ്ങൾ. അപ്പോൾ കൃഷ്ണദേവരായർ അദ്ദേഹം ഒരു ഹിന്ദു റിലീജിയനിൽ കംപ്ലീറ്റ് വിശ്വസിച്ചിരുന്ന, ഹിന്ദു ആചാരങ്ങൾ പിന്തുടരുന്ന ഒരു എംപററായിരുന്നു കൃഷ്ണദേവരായർ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ധാരാളം ടെമ്പിൾസ് അദ്ദേഹം ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇറ്റ് വാസ് എ ടൈം ഓഫ് റിലീജിയസ് ടോളറൻസ്. അദ്ദേഹം ഒരു ഹിന്ദു ആണെങ്കിലും, അദ്ദേഹം സ്വയം ഒരു ഹിന്ദു ആണെങ്കിലും, ഹീ ഫോളോ റിലീജിയസ് ടോളറൻസ്. അപ്പോൾ ഇവിടെ കൃഷ്ണദേവരായരെ നമുക്ക് പഠിക്കാൻ തന്നിരിക്കുന്നത്, നമ്മൾ അക്ബറുടെ കാര്യം പഠിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ്. അക്ബറെ നമ്മൾ ഗ്രേറ്റ് അക്ബർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ റിലീജിയസ് ടോളറൻസ് കൊണ്ടാണ്. അതുപോലെ തന്നെയായിരുന്നു നമ്മുടെ കൃഷ്ണദേവരായരും. അദ്ദേഹം ഫോളോ റിലീജിയസ് ടോളറൻസ്. ഇറ്റ് വാസ് എ ടൈം ഓഫ് റിലീജിയസ് ടോളറൻസ്. ആർട്ട്, literature, cultural spheres also witnessed remarkable progress under Krishnadevaraya. He promoted art, literature, culture, okay, construction, in agriculture. So he promoted all these different spheres. Art, literature, cultural spheres also witnessed remarkable progress under Krishnadevaraya. ഹീ പ്രൊമോട്ടഡ് തെലുങ്ക്, കന്നഡ, തമിഴ് ലിറ്ററേച്ചർ. അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ തമിഴ് സംസാരിക്കുന്നവരും തെലുങ്ക് സംസാരിക്കുന്നവരും കന്നഡ സംസാരിക്കുന്നവരും ഉണ്ട് അല്ലേ. കർണാടകത്തിലെ ആളുകളുടെ സ്വന്തം ഭാഷയാണ് കന്നഡ. ഈ നമ്മുടെ ആന്ധ്രയുടെ സ്വന്തം ഭാഷയാണ് തെലുങ്ക്. ദെൻ തമിഴ്നാട്ടുകാരുടെ സ്വന്തം ഭാഷയാണ് തമിഴ്. അപ്പോൾ ഈ 3 ലാംഗ്വേജിനെയും അദ്ദേഹം പ്രൊമോട്ട് ചെയ്തിരുന്നു. ഓക്കെ, കൃഷ്ണദേവരായ റോട്ട് എ ബുക്ക് അമുക്ത മാല്യത ആൻഡ് ജാംബവതി കല്യാണം. ജാംബവതി കല്യാണമെന്നും അമുക്ത മാല്യട എന്ന് പറയുന്ന 2 പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണദേവരായ സ്വയം അദ്ദേഹം ഒരു പണ്ഡിതനായിരുന്നു, അദ്ദേഹം ഒരു റൈറ്ററായിരുന്നു, അദ്ദേഹം ഒരു ഓതറായിരുന്നു. അദ്ദേഹം 2 പുസ്തകങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അമുക്ത മാല്യട എന്ന് പറയുന്ന ഒരു പുസ്തകവും അതുപോലെ തന്നെ ജാംബവതി കല്യാണം എന്ന് പറയുന്ന മറ്റൊരു പുസ്തകവും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകത്തിൻ്റെ പേര് ഒരു 2 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് വരാം. കൃഷ്ണദേവരായരുടെ പുസ്തകങ്ങൾ, അദ്ദേഹത്തിൻ്റെ ബുക്സ് ഏതൊക്കെയാണ്? അമുക്ത മാല്യട ആൻഡ് ജാംബവതി കല്യാണം. സ്കോളേഴ്സ് നോൺ ആസ് അഷ്ടദിഗ്ഗജാസ് അഡോൺ ദ കോർട്ട് ഓഫ് കൃഷ്ണദേവരായ. അപ്പോൾ അദ്ദേഹം സ്കോളേഴ്സിനെയൊക്കെ ഇഷ്ടപ്പെടുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന രാജാവായിരുന്നു. അദ്ദേഹം സ്വയം ഒരു അത്യാവശ്യം നല്ല പണ്ഡിതനായിരുന്നു. അദ്ദേഹം നല്ല വിദ്യാഭ്യാസമുള്ള ആളായിരുന്നു, അല്ലെങ്കിൽ അതിനോട് നല്ല താല്പര്യമുള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സദസ്സിൽ, അദ്ദേഹത്തിൻ്റെ കോർട്ടിൽ അഷ്ടദിഗ്ഗജാസ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്തോണം. നമുക്ക് മാച്ച് ചെയ്യാനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. വിജയനഗരവുമായിട്ട് മാച്ച് ചെയ്യേണ്ട വേർഡാണ് അഷ്ടദിഗ്ഗജാസ്. അത് ഒരു ഗ്രൂപ്പ് ഓഫ് സ്കോളേഴ്സാണ്, പണ്ഡിതന്മാരുടെ ഒരു ഗ്രൂപ്പിനെയാണ് അഷ്ടദിഗ്ഗജാസ് എന്ന് പറയുക. അത് കൃഷ്ണദേവരായരുടെ കോർട്ടിലായിരുന്നു ഇവരെ ജീവിച്ചിരുന്നത്. സ്കോളേഴ്സ് നോൺ ആസ് അഷ്ടദിഗ്ഗജാസ് അഡോൺ ദ കോർട്ട് ഓഫ് കൃഷ്ണദേവരായ. അപ്പോൾ കൃഷ്ണദേവരായരുടെ റൂളിനെ പറ്റി ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏതെല്ലാം രംഗങ്ങളിൽ അദ്ദേഹത്തിന് സ്വാധീനം ഉണ്ടായിരുന്നു, അദ്ദേഹം എന്തിനെയൊക്കെ പ്രൊമോട്ട് ചെയ്തു, അദ്ദേഹത്തിന് ഏതൊക്കെ ലാംഗ്വേജിനെ അദ്ദേഹം പ്രൊമോട്ട് ചെയ്തു, ഏതൊക്കെ ബുക്സാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ കാലത്തെ ഡെവലപ്മെൻറ്റ് ഏതൊക്കെ ഫീൽഡിലായിരുന്നു, അതുപോലെ തന്നെ ഈ അഷ്ടദിഗ്ഗജങ്ങളുടെ കാര്യവും പ്രത്യേകം പറയുക. ഓക്കെ, അപ്പോൾ ഈ പോയിൻറ്റ്സ് ഇങ്ങനെ ഓർത്ത് വെക്കുക.
ഓക്കെ. ദെൻ കൃഷ്ണദേവരായരുടെ കാലത്തെ ഈ നാട് സന്ദർശിച്ച ഒരു പോർച്ചുഗീസ് ട്രാവലറുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരൊരു വൺ വേർഡൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. പോർച്ചുഗീസ് ട്രാവലർ വിസിറ്റഡ് കൃഷ്ണദേവരായ കിങ്ഡം. ആരാണ്? ബാർബോസ. അപ്പോൾ ബാർബോസയുടെ ട്രാവലോഗുകൾ, അദ്ദേഹത്തിൻ്റെ ട്രാവൽ കഴിഞ്ഞ് അദ്ദേഹം എഴുതുന്ന ബുക്സ് ഉണ്ട്, ട്രാവൽ ലോഗ്. അങ്ങനെയുള്ള ബുക്സൊക്കെ നമുക്ക് വളരെ ഇൻഫർമേഷൻ കൃഷ്ണദേവരായരുടെ റൂളിനെ പറ്റിയും വിജയനഗരത്തെ പറ്റിയും ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സോഴ്സാണ് അദ്ദേഹത്തിൻ്റെ ബുക്സും. അപ്പോൾ ബാർബോസയാണ് ആ പോർച്ചുഗീസ് ട്രാവലർ വിസിറ്റഡ് കൃഷ്ണദേവരായ കിങ്ഡം. ഓക്കെ. ദെൻ റിലീജിയസ് പോളിസീസ് ഓഫ് കൃഷ്ണദേവരായ. അപ്പോൾ കൃഷ്ണദേവരായരെ പറ്റി ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ, ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് പ്രിപ്പയർ എ നോട്ട് ഓൺ ദി റിലീജിയസ് പോളിസീസ് ഓഫ് കൃഷ്ണദേവരായ. കൃഷ്ണദേവരായരെ നമ്മൾ ഇത്രമാത്രം ബഹുമാനിക്കാനുള്ള ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ റിലീജിയസ് ടോളറൻസാണ്, അദ്ദേഹത്തിൻ്റെ റിലീജിയസ് പോളിസീസാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് ഹിന്ദുക്കൾ മാത്രമല്ല, അദ്ദേഹം സ്വയം ഒരു ഹിന്ദുവാണ്, പക്ഷേ ഹിന്ദുക്കൾ മാത്രമല്ല മുസ്ലിംസും ക്രിസ്ത്യൻസും പാഴ്സീസും എല്ലാം ജീവിക്കുന്ന ഒരു രാജ്യമാണ്. അവരോടെല്ലാം അദ്ദേഹം ടോളറൻസ് കാണിച്ചു. ഓൾ റിലീജിയൻസ് വെയർ ട്രീറ്റഡ് ഈക്വലി ബൈ കൃഷ്ണദേവരായ. ഓൾ റിലീജിയൻസ് വെയർ ട്രീറ്റഡ് ഈക്വലി, എല്ലാവരോടും ഈക്വലായിട്ട് അദ്ദേഹം പെരുമാറി. ദ പീപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് റിലീജിയൻസ് വെയർ അലൗഡ് ടു ഫോളോ ദിയർ ബിലീഫ് ഫ്രീലി. എല്ലാ റിലീജിയനും പറ്റിയ ആളുകൾക്ക് അവരുടെ ബിലീഫ്സ്, അവരുടെ വിശ്വാസങ്ങൾ ഫ്രീ ആയിട്ട് ഫോളോ ചെയ്യാനുള്ള അനുവാദം അദ്ദേഹം കൊടുത്തു. ഒരു രാജാവിൻ്റെ എത്ര വലിയ മനസ്സാണെന്ന് നോക്കുക. ദ പീപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് റിലീജിയൻസ് വെയർ അലൗഡ് ടു ഫോളോ ദെയർ ബിലീഫ് ഫ്രീലി. ഉണ്ടോ, ആളുകൾക്ക് ഭയമില്ലാതെ തങ്ങളുടെ വിശ്വാസങ്ങളിൽ തുടരാനായിട്ട് അദ്ദേഹം അനുവദിച്ചു. അപ്പോൾ അദ്ദേഹം റിലീജിയസ് ടോളറൻസ് കാണിച്ച ആളായിരുന്നു. അപ്പം കൃഷ്ണദേവരായരും മുഗൾ എംപററായ അക്ബറും തമ്മിൽ വളരെയേറെ സാമ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും റിലീജിയസ് പോളിസിയിൽ. രണ്ടുപേരും റിലീജിയസ് ടോളറൻസ് ഉള്ളവരാണ്. അതുപോലെ തന്നെ രണ്ടു കൂട്ടരും ഓൾ റിലീജിയൻസിനെയും അക്സെപ്റ്റ് ചെയ്യുകയും അവരുടെ വിശ്വാസങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് അവരെ പെർമിഷൻ കൊടുക്കുകയും ചെയ്തു. ഓക്കെ. അപ്പോൾ കൃഷ്ണദേവരായരുടെ പോളിസികൾ നമ്മുടെ അക്ബറുടെ പോളിസികളുമായിട്ട് വളരെയേറെ സെയിമാണ്. ഓക്കെ, റിലീജിയസ് പോളിസീസ് ഓഫ് കൃഷ്ണദേവരായ. ദെൻ നമുക്കിതിനെ ഒന്ന് കമ്പയർ ചെയ്യാം. കമ്പയർ ദ റിലീജിയസ് പോളിസീസ് ഓഫ് കൃഷ്ണദേവരായ ആൻഡ് അക്ബർ. അക്ബറുടെ പോളിസികളും കൃഷ്ണദേവരായരുടെ പോളിസികളോട് കമ്പയർ ചെയ്യുമ്പം നമുക്ക് ഒരുപാട് സെയിം കാര്യങ്ങൾ കാണാൻ പറ്റും. എന്നാൽ ചെറിയ ചില ഡിഫറൻസും ഉണ്ട്. നമുക്കൊന്ന് കാണാം. ഇതിനെ നമുക്ക് 2 കോളമായിട്ട് എഴുതാം. കൃഷ്ണദേവരായ ഫസ്റ്റ് കോളം, അക്ബർ സെക്കൻഡ് കോളം. കൃഷ്ണദേവരായ all religions were treated equally. People of different religions were allowed to follow their beliefs freely. Then what about Akbar? Created Din Ilahi by combining the good aspects of all religions. എല്ലാ റിലീജിയൻസിൻ്റെയും നല്ല ആസ്പെക്റ്റിനെ നോക്കി അദ്ദേഹം ഒരു ന്യൂ റിലീജിയൻ തന്നെ ക്രിയേറ്റ് ചെയ്തു, ഡിൻ ഇലാഹി. നമ്മൾ അന്ന് പഠിച്ചതാണ്. അക്ബർ ഓൾവേസ് കീപ് റിലീജിയസ് ടോളറൻസ്. അക്ബർ ഓൾവേസ് കീപ് റിലീജിയസ് ടോളറൻസ്. നിങ്ങൾക്ക് കൃഷ്ണദേവരായർക്കും ഇതേ സെൻറ്റൻസ് എഴുതാം. കൃഷ്ണദേവരായ ഓൾവേസ് കീപ് റിലീജിയസ് ടോളറൻസ്. ആ ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് ഫസ്റ്റ് കോളത്തിൽ എഴുതാവുന്നതാണ്. പീപ്പിൾ ഫ്രം ഓൾ സെക്സ് വെയർ ട്രീറ്റഡ് ഈക്വലി. പീപ്പിൾ ഫ്രം ഓൾ റിലീജിയൻസ് വെയർ ട്രീറ്റഡ് ഈക്വലി ബൈ അക്ബർ. അതും നമുക്ക് കൃഷ്ണദേവരായർക്കും എഴുതാം. ഓൾ റിലീജിയൻ പീപ്പിൾ ബിലോങ്സ് ടു ഓൾ റിലീജിയൻസ് വെയർ ട്രീറ്റഡ് ഈക്വലി. ഓക്കെ, ഇപ്പോൾ 2 സെയിമാണ്. പിന്നെ അക്ബർക്ക് പറയാവുന്ന ഒരു കാര്യം, അദ്ദേഹം ഒരു ന്യൂ റിലീജിയൻ തന്നെ അദ്ദേഹം ഫൗണ്ട് ചെയ്തു, അല്ലേ, ദിൻ ഇലാഹി, ബൈ കമ്പൈനിങ് ദ ഗുഡ് ആസ്പെക്ട്സ് ഓഫ് ഓൾ റിലീജിയൻസ്. അപ്പോൾ വിജയനഗര എംപയറിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. വിജയനഗര എംപയറിൻ്റെ റൂളുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഒരു എപ്പിസോഡിന് വേണ്ടി വരും. അതോടുകൂടി നമ്മുടെ ചാപ്റ്റർ നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. May God bless you all children. Thank you so much.